ഇന്ന് നമുക്ക് ബി പി ഒക്കെ നോക്കി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളുടെ ഡോക്ടർ എല്ലാവരുടെയും ബി പി ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാച്ചൻ്റെയും ചേട്ടൻ്റെയും നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നോർമലാണേ. ഞാനും അമ്മയാണ് ഈ വീട്ടിൽ കുറച്ച് ബി പി ഇല്ലാത്ത ആൾക്കാരും തോന്നണം. അങ്ങനെ നമുക്ക് ബി പി ഒക്കെ റെഡിയാക്കുന്നതിനിടയ്ക്കാണ് ചെറുതായി വെയിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പൂമ്പാറ്റയൊക്കെ വന്നിരിക്കുന്ന സമയമല്ലേ, രണ്ടു മൂന്ന് ദിവസമായിട്ട് പൂമ്പാറ്റേനെ ക്യാപ്ചർ ചെയ്യണമെന്ന് ഓർത്തപ്പം ഇന്നാണ് അതിന് സമയം കിട്ടിയത്. അപ്പോഴത്തേക്കും നമ്മുടെ മീൻകാരൻ വന്നിട്ടുണ്ടായി. വർത്താനൊന്നും പറഞ്ഞിരിക്കാൻ പുള്ളിക്ക് അത്ര നേരമൊന്നുമില്ല. എന്നാലും പെട്ടെന്നുള്ള തിരക്കിനിടയ്ക്ക് എന്തൊക്കെയോ അങ്ങോട്ട് പറഞ്ഞു. അമ്മ രണ്ട് കയ്യിലും തൂക്കി നോക്കുന്നത് അതിൻ്റെ കനമൊന്നുമല്ല, ഇതിലിപ്പോൾ ഏത് വറക്കും ഏത് കറി വെക്കും എന്നാണ്. വീഡിയോ എടുത്ത് നീ എന്നെ യൂട്യൂബിലിട്ട് വിൽക്കും എന്നും പറഞ്ഞിട്ടാണ് ചേട്ടയാ ഓടിയത്. ഇനി ബി പി കുറഞ്ഞതിൻ്റെ ഭാഗമായി എല്ലാത്തിനും നാരങ്ങ വെള്ളം കൊടുക്കാം. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നാരങ്ങ പറിക്കാൻ വേണ്ടി തൊടിയിലേക്ക് ഇറങ്ങി കേട്ടോ. ഇവിടെ ഈ സൈഡിലായിട്ട് നാരകമുണ്ട്, അതുകൊണ്ട് നമുക്കതങ്ങോട്ട് പറിച്ചേക്കാം. ചേട്ടൻ മുന്നേ പോയിട്ട് പറിച്ചേക്കുവാണ്. ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് പുറകെ ചെല്ലുമ്പോഴത്തേക്ക് നേരാവേ. ഇനിയിപ്പോൾ ഏത് വഴി അങ്ങോട്ട് പോകും എന്നാണ് ആലോചിച്ച് നിൽക്കണത്. അങ്ങനെ പിന്നെ കാടൊക്കെ വെട്ടിത്തെളിച്ച് പുള്ളീൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് പറിക്കാൻ പോയി. ചേട്ടൻ നാരങ്ങ പറിക്കുമ്പോഴത്തേക്കും ഞാനിവിടെ ഉണ്ടായിരുന്ന മുളക് കുറച്ച് പറിക്കാൻ ഓർത്തു കേട്ടോ. ഞങ്ങൾ വന്ന ഇടയ്ക്ക് ഇതൊക്കെ പറിച്ചിട്ട് ഉപ്പിലൊക്കെ ഇട്ട് വയ്ക്കുമായിരുന്നു. പോകെ പോകെ ഹെൽത്ത് അങ്ങോട്ട് ഓക്കെ ആയി വരാത്തത് കൊണ്ടും രാവിലെ എഴുന്നേൽക്കുന്നത് നടക്കാത്തത് കൊണ്ടും ആ പരിപാടിയൊക്കെ അങ്ങ് നിർത്തി എന്നുള്ളതാണ്. അധികം പഴുത്തിട്ടൊന്നുമില്ല, ഏകദേശം ഉപ്പായതൊക്കെ നോക്കി ചേട്ടയോടെ പറിക്കുന്നുണ്ട്. ഇതിൻ്റെ മുള്ള് കുത്തിയിട്ടുണ്ടെങ്കിൽ നല്ല വേദനയാണല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ. നമുക്ക് കുറച്ച് കാന്താരി പറിക്കാം. ഇത് ചതച്ച് നാരങ്ങ വെള്ളത്തിലിട്ട് കുടിക്കുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊക്കെ പറ്റുമെന്നറിയില്ല, എന്നാലും നമുക്കൊന്ന് നോക്കിയേക്കാം. അങ്ങനെ ഞാൻ കുറച്ച് കാന്താരിയും പറിച്ച് ചേട്ടയാണെങ്കിൽ നാരങ്ങയും പറിച്ച് വന്നു കേട്ടോ. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോയി ഇതൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇന്ന് നമുക്ക് കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളുണ്ട്. വീട്ടിലൊക്കെ കാന്താരിയുള്ള സമയത്തെ അമ്മ ഇതൊക്കെ ഇങ്ങനെ പറിച്ച് വിനാഗിരിയിൽ ഉപ്പിലൊക്കെ ഇട്ട് വയ്ക്കുന്നത് കാണാറുണ്ട്. അതുകൊണ്ട് എനിക്കിത് പറിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിന് ശേഷമുള്ള പണികളാണ് തീരെ താല്പര്യമില്ലാത്തതും. അപ്പോൾ നമുക്ക് പറക്കിലെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് പോയേക്കാം. 4 നാരങ്ങയാണ് ഇത്ര നേരം കൊണ്ട് ചേട്ടായി പറിച്ചത്. നിങ്ങളത് കാണിക്കാമെന്ന് ഓർത്തപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഉരുണ്ടുപോയി. ഇനി വേറൊരാളുടെ സഹായം ഇല്ലാണ്ട് നമുക്കത് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ നാരങ്ങയെല്ലാം എടുത്ത് നമുക്ക് ആദ്യം നാരങ്ങ വെള്ളം ഉണ്ടാക്കാം. നാരങ്ങ വെള്ളം ഉണ്ടാക്കിയതിന് ശേഷം വേണം വേറൊരു സാധനം കൂടി ഉണ്ടാക്കാൻ. കഴിഞ്ഞ ദിവസം പപ്പയില്ല അങ്കിളും ആൻറ്റിയും അമ്മയും എല്ലാവരും കൂടെ കാണാൻ വന്നപ്പം അങ്കിള് കുറച്ച് എന്തായിരുന്നു അതിൻ്റെ പേര് ഞാൻ മറന്നു, അങ്ങനെ ഒരു നാരങ്ങ മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ നോക്കിയപ്പം എനിക്കതിനോട് വലിയ താല്പര്യമില്ല. അമ്മയ്ക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ അത് കലക്കി അമ്മയ്ക്കും ഇത് കലക്കി ചേട്ടായിക്കും കൂടെ കൊടുത്തേക്കാം എന്നോർത്തു. പച്ചവെള്ളത്തിൽ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് നാരങ്ങ വെള്ളം കുടിക്കാൻ അടിപൊളിയല്ലേ. പക്ഷെ ഞാൻ ചൂടുവെള്ളത്തിലാണിത് കലക്കാൻ പോകുന്നത്. കാരണം എല്ലാവർക്കും ചുമയും പനിയും ജലദോഷവും അങ്ങനെ എന്തൊക്കെയോ ആണ്. എന്തിനാ വെറുതെ അതെല്ലാം കൂട്ടണത്? അതിനേക്കാൾ നല്ലത് നമുക്ക് ഇച്ചിരി ചൂടുവെള്ളത്തിലങ്ങ് കുടിച്ചാൽ പോരെ. അത് മതിയെന്നേ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ഇതാണ്, നമ്മുടെ മുസമ്പി. ഇത് പച്ചയാണ് കേട്ടോ, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ചുവന്നാണ് ഇരിക്കുന്നതെന്നാണ് അങ്കിള് പറഞ്ഞത്. കട്ട് ചെയ്ത് നോക്കുമ്പോൾ അത്ര ചുമപ്പൊന്നുമില്ല, നമ്മുടെ ഓറഞ്ച് കളർ തന്നെ. ഇതാണ് നമ്മൾ അമ്മയ്ക്കും ചാച്ചനും കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് ഇതും കൂടെ ഒന്ന് പിഴിഞ്ഞെടുത്തേക്കാം. ഭയങ്കര ടേസ്റ്റൊന്നുമില്ല, പുളിയും ഇല്ല മധുരവും ഇല്ല ഉപ്പും ഇല്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ഇതുകൂടെ പിഴിഞ്ഞ് എല്ലാവർക്കും കൂടെ കൊടുക്കാം. ഏറെ നേരത്തെ പണിക്കൊടുവിൽ അവസാനം റെഡി ആയിട്ടുണ്ട്. ഇനി എന്തായിരുന്നു ഇത്, നമ്മുടെ കാന്താരി കൂടെ അങ്ങ് ചതച്ചിട്ടു കേട്ടോ. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തേക്കാം. ക്ലീൻ ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്നാൽ ക്ലീൻ ചെയ്യണ്ടല്ലോ, അങ്ങനെ ഓർത്തിട്ടാണ്. അപ്പോൾ ക്ലീനിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നാരങ്ങ വെള്ളം അങ്ങ് പോയേക്കാം. നമുക്ക് ആദ്യം ചേട്ടായിക്ക് കൊടുക്കാം കേട്ടോ. എക്സ്പ്രഷൻ മഹാ അലമ്പാണെങ്കിലും ടേസ്റ്റൊക്കെ ഉണ്ടാവുന്നേ. പക്ഷെ നിങ്ങൾ നോക്കി ഒന്നിനും കൊള്ളാത്ത രീതിയിലായിരിക്കും പുള്ളി ഇതിനോട് പ്രതികരിക്കുക. രാവിലെ പണിയെല്ലാം എടുത്ത് മടുത്ത് വന്നിരിക്കുന്നതാണ്. ഇപ്പം കുടിച്ചിട്ട് ആദ്യം വേണ്ടാന്ന് പറഞ്ഞെങ്കിലും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുടിച്ച് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വായിൽ വെക്കുന്നതിന് മുന്നേ കൊള്ളില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞ് നിർബന്ധിച്ച് ചിരിച്ച് കാണിച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് ചാച്ചനും കൂടെ കൊടുത്തേക്കാം. ഇത് നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയില്ലേ ആ വെള്ളമാണ്. പക്ഷെ ചാച്ചന് എന്ത് കുടിച്ചിട്ടുണ്ടെങ്കിലും നല്ലതാണെന്നേ പറയാറുള്ളൂ കേട്ടോ. അങ്ങനെ ചാച്ചനും കൂടെ കൊടുത്ത സ്ഥിതിക്ക് രാവിലെ നമ്മൾ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലൊന്നിന്ന് ഞാൻ വെട്ടിക്കോളാമെന്ന് അമ്മയോട് പറഞ്ഞതുകൊണ്ടേ അമ്മ അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കിത് വെട്ടി വറക്കാം. ഇതിൽ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നുമില്ല.
ചിറകും വെട്ടി തലഭാഗത്തിൻ്റെ അവിടെ നിന്ന് ക്ലീനിങ് കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതിൽ കുറച്ച് മസാല വെച്ചാൽ മതിയെന്നേ. അമ്മയ്ക്ക് ഏറ്റവും പണിയുള്ള മീൻ കൊടുത്തിട്ട് പണി അധികം കുറവുള്ള മീനാണെന്ന് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളോർക്കും അത്ര വലിയ മീൻ എന്തുവാണെന്നല്ലേ? നമ്മുടെ അയലയായിരുന്നു ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മീൻ ഞാൻ ആദ്യമായിട്ടാണ് വെട്ടുന്നത്. സത്യം പറഞ്ഞാൽ വെട്ടാനും ക്ലീൻ ചെയ്യാനൊന്നും എനിക്ക് അറിയാൻ പാടില്ലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം എന്നോർത്തിട്ടായിരുന്നു കേട്ടോ. തലങ്ങ് വലങ്ങുള്ള ചിറക് വെട്ടിക്കളഞ്ഞാൽ ഇതിന് വലിയ വെട്ടലും പണിയും ഉള്ളിൽ അങ്ങനെ കളയാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ പേര് ചേട്ടൻ പറഞ്ഞത് അന്നേരം ഓർത്തിരുന്നു, ഇപ്പം അത് മറന്നുപോയി. ഇനി എന്താണോ എന്തോ. എന്തായാലും ഇതിന് നല്ല റേറ്റ് ഉണ്ടെന്നുള്ള കാര്യം മാത്രം അറിയാം. നമ്മുടെ ഈ മുള്ളനൊക്കെ വൃത്തിയാക്കുമ്പം അതിൻ്റെ തലേൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് അല്ലേ വേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇതിനും സെയിം അവസ്ഥയാണ്. തലേൻ്റെ ചുവട് ഭാഗത്ത് അവിടുന്ന് കൈകൊണ്ട് വലിക്കാൻ ഭാഗത്തിന് മാത്രമാണ് വേസ്റ്റ് ഇരിക്കുന്നത്. സോ നമുക്കതങ്ങനെ വലിച്ചിങ്ങ് പറിച്ചെടുക്കാം കേട്ടോ. ആദ്യം നോക്കിയപ്പോൾ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുമല്ലേ. പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് കാണുന്നവർക്കും കഴിക്കുന്നവർക്കും തോന്നാൻ പാടില്ല എന്നുള്ളതാണ്. ഞാനും പിടിച്ച് വലിച്ചപ്പോഴത്തേക്കും വേസ്റ്റ് കയ്യിലേക്കിങ്ങ് പോകുന്നു. പിന്നെ സൈഡും കൂടെ ഞാൻ വെട്ടി ആ ബ്ലഡൊക്കെ ഇരിക്കുന്ന ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അത്രയല്ലേ പണിയുള്ളൂ. കണ്ടോ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു വേസ്റ്റ് എന്ന് പറഞ്ഞ് കളയാനായിട്ട്. അപ്പോൾ അത്രയും. നമുക്കിനി ബാക്കി ക്ലീൻ ചെയ്യുന്നതും കൂടി ഞാൻ കാണിക്കാവേ. അങ്ങനെ വെട്ടലെല്ലാം കഴിഞ്ഞു. നമുക്കിനി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇതിന് ചെതുമ്പലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ഇതിൻ്റെ മേലെയുള്ള വശവശപ്പും പിന്നെന്താ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഉപ്പൊക്കെ എടുത്ത് തൂവിയിട്ടുണ്ട്. ഇവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. വീട്ടിൽ ആദ്യമൊക്കെ കല്ലുപ്പായിരുന്നു, പിന്നീട് പൊടിയൊപ്പൊക്കെ ഇട്ട് തിരുമ്മലാണ്. പക്ഷെ കല്ലുപ്പിട്ട് തിരുമ്മുമ്പോൾ നല്ല ക്ലീനായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഒന്നുകൂടെ നല്ലത്. നിങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും ചെയ്യുക. ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. എനിക്കിതിൽ വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ലേ. ഇനി നമുക്കത് നന്നായിട്ട് കഴുകിയെടുക്കാം. വറുക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ മേൽഭാഗത്ത് കുറച്ച് വരകളിട്ട് കൊടുത്താൽ മതിയല്ലോ. അല്ലാണ്ട് വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല. അത്ര തന്നെ. നമുക്കിതിനെ രണ്ടായിട്ട് മുറിക്കാമെന്ന് ഓർത്തു കേട്ടോ. രണ്ടായി മുറിച്ചിട്ട് 2-3 വരകളിടേണ്ട കാര്യമല്ലേ ഉള്ളൂ. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ വലുതായിട്ട് വലിയ മുള്ളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ പേര് മാത്രം ഞാനങ്ങോട്ട് മറന്നുപോയി. അപ്പോൾ നമുക്കിനി വരയൊക്കെ ഇട്ട് കുറച്ച് മസാലയൊക്കെ തേച്ച് കുട്ടപ്പനാക്കി ഫ്രിഡ്ജിലങ്ങ് വെച്ചേക്കാം. മസാല തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും മുളകും അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലവറും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ കൂടി ഇട്ടിട്ട്. നോർമലി കോൺഫ്ലവറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പിന്നെ കുറച്ച് ആഡംബരമായിക്കോട്ടെ എന്നോർത്ത് ചെയ്തതായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, വറുത്ത് വന്നപ്പം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. അമ്മ ഇവിടെ ഇതെല്ലാം കൂടെ മിക്സിയിൽ അരയ്ക്കുക ചെയ്യാറ്. ഞാനൊരു ആഡംബരത്തിന് ഇത് കല്ലിലിട്ട് കുത്താന്ന് ഓർത്തു കേട്ടോ. കുത്തി 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 വെറുതെയാണ്, അധികം വലിയ ചതഞ്ഞൊന്നും കിട്ടത്തില്ല. മിക്സിയിലിട്ട് ഒരു കറക്ക് കറക്കിയാൽ ചതഞ്ഞ് വരേണ്ട കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി കുത്തി കുത്തി ഇതിൻ്റെ മസാല ഉണ്ടാക്കി അതങ്ങോട്ട് തേച്ച് കൊടുത്തേക്കാം. സോ ഫൈനലി നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിനി ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമുള്ളൂ. കുറച്ച് തണുപ്പൊക്കെ അടിക്കട്ടേന്നേ. എന്തായാലും ഇത്ര നേരം തണുപ്പൊക്കെ അടിച്ചിരുന്നതല്ലേ. തണുപ്പൊക്കെ അടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ റെഡിയാവും. ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് നമുക്കിന്ന് പള്ളിയിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അതിന് റെഡിയായി ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഭക്ഷണം കഴിക്കുന്ന വീഡിയോ എടുക്കണമെന്ന് ഓർത്തിയായിരുന്നു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നടന്നില്ല ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് വരാമെന്നേ.